ഈ സൂപ്പർ എയ്റ്റ് ആയി നന്നായിട്ടോ. ഈ ക്വാർട്ടർ ഫൈനലൊക്കെ ആണെങ്കിൽ ടൂർണമെൻറ്റിന് തൊട്ട് മുൻപ് കൊട്ടി ഘോഷിച്ച് ആഘോഷമാക്കി ടൂർണമെൻറ്റ് തുടങ്ങുന്നേക്കാളും മുന്നേ കപ്പെടുത്തങ്ങ് മലത്തും എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ടീം ക്വാർട്ടറിൽ തന്നെ പുറത്താവേണ്ട അവസ്ഥ വന്നതാണ്. ഇതിപ്പോൾ സൂപ്പർ എയ്റ്റ് ആയതുകൊണ്ട് ഇനിയുള്ള 2 മത്സരങ്ങളും ജയിച്ച് സെമിയിലോട്ടെത്താം. അപ്പോൾ പറഞ്ഞൊന്നുമല്ല, ദക്ഷിണാഫ്രിക്കയായിട്ട് ഇന്ത്യ ഇന്ന് നടന്ന മത്സരത്തിൽ 76 റൺസിൻ്റെ വലിയൊരു തോൽവി ഏറ്റുവാങ്ങി എന്നുള്ളതാണ്. അതായത് 2023 വേൾഡ് കപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയായിട്ട് നമ്മൾ തോറ്റതിന് ശേഷം പിന്നീട് വന്ന ഒരു ICC ഇവൻറ്റിലും ഇന്ത്യ ഇതുവരെ തോറ്റിട്ടില്ല, ഒരു 3 വർഷ കാലയളവിൽ. അതിനുശേഷം അതേ സ്റ്റേഡിയത്തിൽ ഇന്നാണ് ഇന്ത്യ ഒരു ICC ടൂർണമെൻറ്റിൽ തോൽവി അറിയുന്നത്. അതായത് T20 വേൾഡ് കപ്പിന് മുൻപ് ഇൻവിൻസിബിൾസ് ആയിട്ട് കപ്പടിക്കും, 300 അടിക്കും, അത്രയും വലിയ ബാറ്റിംഗ് സ്ട്രെങ്ത്ത്, ബോളിംഗ് സ്ട്രെങ്ത്ത്, ഒരു ടീമിനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അത്രത്തോളം ഹൈപ്പിലെത്തിയ ഇന്ത്യൻ ടീമാണ് ഇന്ന് സൗത്ത് ആഫ്രിക്കയോട് വളരെ സിമ്പിളായിട്ട് തോറ്റു കൊടുത്തത്. അതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേസിങ്ങിലാണ് ഇന്ത്യൻ ടീം അടിപതറ എന്നുള്ളതാണ്. അത്രയും മികച്ച ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ടായിട്ട് പോലും സൗത്ത് ആഫ്രിക്കയോട് ഇന്ത്യക്ക് 187 റൺസ് ചേസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഇന്ത്യ 115 റൺസിന് ഓൾ ഔട്ട് ആവാണ്ടായത്. അപ്പോൾ അങ്ങനെ സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് കഴിഞ്ഞു. പിന്നെ ഇന്ത്യക്ക് ചേസ് ചെയ്യാൻ വളരെ സിമ്പിളാണ് എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും പറയുന്ന കാര്യം കമൻട്രി ബോക്സൊക്കെ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഓൾറെഡി ഡ്യൂവിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്, പിന്നെ വളരെ നല്ല രീതിക്ക് റണ്ണ് വരുന്ന പിച്ചാണ്, എല്ലാം കൊണ്ടും ചേസിങ്ങിൽ ഫേവറബിൾ ആയിട്ടുള്ള പിച്ചാണ്. അപ്പോൾ അങ്ങനത്തെ ഗ്രൗണ്ടാണ് റൺസ് വരുമെന്നൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ തുടക്കം തന്നെ പാളി. കാരണം ലെഫ്റ്റ് ഹാൻഡേഴ്സ് നിറഞ്ഞിട്ടുള്ള ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡർ ഉണ്ടല്ലോ, അതിനെ ഈ വേൾഡ് കപ്പിൽ എല്ലാ ടീമുകളും അതിനെതിരെ ഉപയോഗിച്ചത് റൈറ്റ് ഹാൻഡ് ഓഫ് സ്പിന്നേഴ്സിനെയാണ്. അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക തുടക്കം തന്നെ മാർക്കറത്തെ കൊണ്ടുവരുന്നു, ഇഷൻ കിഷൻ്റെ വിക്കറ്റ് എടുക്കുന്നു. പിന്നീട് അങ്ങോട്ട് ചീട്ടുകൊട്ടാരം പോലെയായിരുന്നു. സൂര്യകുമാർ യാദവിൻ്റെ ഇന്നിങ്സൊക്കെ വേഴ്സ്റ്റ് തന്നെ പറയാം. ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ എടുത്ത റണ്ണിനേക്കാളും കൂടുതൽ ബോൾ ഫേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു വേഴ്സ്റ്റ് ഇന്നിങ്സ് തന്നെയായിട്ടാണ് തോന്നിയത്. പലരും കോഹ്ലിയായിട്ടൊക്കെ കമ്പയർ ചെയ്തിരുന്നു കേട്ടോ. കുറച്ചാൾ മുന്നേ നല്ല കമ്പാരിസൺ ഉണ്ടായിരുന്നു, കുറച്ച് കുറഞ്ഞു. കോഹ്ലി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വേൾഡ് കപ്പിൽ ഫേസ് ചെയ്തിട്ടുണ്ട് 2014-16 വേൾഡ് കപ്പിലൊക്കെ. അപ്പോൾ നിങ്ങളത് പോയി കണ്ടു നോക്കുക, എന്താണ് കോഹ്ലി സൂര്യകുമാർ ഇന്ന് ഫേസ് ചെയ്ത പോലത്തെ ഒരു സിറ്റുവേഷൻ കോഹ്ലി 2014-16 വേൾഡ് കപ്പുകളിലൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. അന്ന് ഇതിലും വീക്കായിട്ടുള്ള ഇന്ത്യ, ഇതിലും സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പോണൻസ്. അന്ന് കോഹ്ലി എങ്ങനെയാണ് കളിച്ചതെന്നൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കോഹ്ലിയുടെ ഗ്രേറ്റ്നസ് എന്താണെന്നുള്ളത്. സൂര്യകുമാർ ഒരിക്കലും മോശം പ്ലെയർ അല്ല, പക്ഷേ കോഹ്ലിയുടെ ഗ്രേറ്റ്നസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. പിന്നീട് അഭിഷേക് ശർമ്മ അത്യാവശ്യം 2 ഷോട്ടും കാര്യങ്ങളൊക്കെ അടിച്ചായിരുന്നു, പക്ഷേ അദ്ദേഹം പെട്ടെന്ന് തന്നെ പുറത്തായി. പൊക്കി അടിച്ചില്ലെങ്കിൽ പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിൻ്റെ രീതി അങ്ങനെ ആയതുകൊണ്ട് തന്നെ അതിന് മാറാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കില്ല. അതുകൊണ്ട് ബോളിൽ ഓഫ്റ്റഡ് ഷോട്ട്സ് മാത്രമാണ് അദ്ദേഹം ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. കൃത്യമായിട്ടുള്ളൊരു സ്ലോ ഓവറിൽ അദ്ദേഹത്തെ കൊടുക്കുകയുണ്ടായത്. ബ്രില്യൻ ഫീൽഡിംഗ് ആയിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ. എൻ്റെ മത്സരത്തിൽ മൊത്തം ഒരു ക്യാച്ച് ഡ്രോപ്പ് ഉണ്ടായിരുന്നു മില്ലറിൻ്റെ ലാസ്റ്റെങ്കിലും മൊത്തത്തിൽ നല്ല കിടിലം ഫീൽഡിംഗ് തന്നെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ദൂബയുടെ ഒരു ഇന്നിങ്സ് ഇല്ലായിരുന്നെങ്കിൽ 100-ന് താഴെ വളരെ ഇതിനും പരിതാപകരമായ സിറ്റുവേഷനിൽ ഇന്ത്യ ഒതുങ്ങിപ്പോയനെ.